എങ്ങനെ JDK ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ജാവ വിഷ്വൽ കോഡ് എങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ടത് എന്ന പ്രോസസ്സൊക്കെ നോക്കാം. സോ ഇതൊരു വലിയ പ്രോസസ്സാണ്. പക്ഷെ വൺസ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഒരു ബ്രൗസർ എടുക്കുക. ഇതിൽ JDK ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലിങ്കിലേക്ക് പോവുക. ഞാൻ ഇവിടെ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്, സോ അത് സെലക്ട് ചെയ്യാം. ഇതിൽ എക്സ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ അടുത്ത് ഓൾറെഡി ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇത് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം എൻവിറോൺമെന്റ് വേരിയബിൾസിനൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറയും. അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻവിറോൺമെന്റൽ വേരിയബിൾസിന് കൊടുക്കുക. ഇതിൽ ഈ എൻവിറോൺമെന്റൽ വേരിയബിൾസിലേക്ക് പോവാ. ഇതിന്റെ ശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, ഇതിന് കൊടുക്കുക. ഈ സ്ഥലത്ത് നമ്മൾ ബ്രൗസ് ഫയൽ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ JDK ഡൗൺലോഡ് ചെയ്തില്ലേ, അതിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അതിന്റെ ശേഷം ഓക്കെ എന്ന് കൊടുത്തിട്ട് എല്ലാത്തിനും ക്ലോസ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഒരു പാത്തിനെ നമുക്കിതിൽ കൊടുക്കണം അല്ലേ. പാത്തിന് നമ്മളിത് സെറ്റപ്പ് ചെയ്യാണ്ട് അതിന് സിസ്റ്റം വേരിയബിൾസിലുള്ള പാത്തിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന്റെ ശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, ഇതിന് വേണ്ടിട്ട് സെലക്ട് ചെയ്യാം. ഈ സ്ഥലത്തില് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷന് സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇപ്പൊ ഇൻസ്റ്റാൾ ആയതിന്റെ പാത്തിന് വേണ്ടിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെയാ, പിന്നെ എല്ലാത്തിനും ഓക്കെ എന്ന് കൊടുത്തിട്ട് എല്ലാ വിൻഡോസിനെയും ക്ലോസ് ചെയ്യണം. സോ ഇത് ചെയ്യുമ്പോൾ കുറച്ച് എററൊക്കെ വരും. അതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ChatGPT എടുത്ത് കൊടുത്തു വെച്ചാൽ അതെന്താ എറർ അങ്ങനെയൊക്കെ പറഞ്ഞ് കാട്ടിയിട്ട് പറയാം. ഓക്കെയാ, പിന്നെ ഇനി നമ്മള് VS കോഡിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതും ഇതേപോലെ തന്നെയാ, വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. നമ്മള് ഇതിലത്തെ ഞാൻ മൂന്നാമത്തെ ലിങ്കിലേക്ക് പോവാണ്. ഓക്കെയാ, ഇവിടെ ഞാൻ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് കൊടുക്കാം. സോ സെയിം ഇതിലും നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അടുത്ത് VS കോഡ് ഇൻസ്റ്റാൾ ആയതിന്റെ ശേഷം ഇതുപോലെ ഉണ്ടാവും. ഇതില് ഇപ്പൊ നമ്മൾ എക്സ്റ്റൻഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെയാ, എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Ctrl+Shift+X കൊടുക്കണം. ഈ സ്ഥലത്തില് ഈ സ്ഥലത്തില് ജാവ എന്ന് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നിറയെ എക്സ്റ്റൻഷൻസ് ഒക്കെ നമുക്ക് കാണിക്കും. ഞാൻ ഇതിലത്തെ ഫസ്റ്റ് എക്സ്റ്റൻഷൻ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. സോ ഇവിടെ ഇത് ഇൻസ്റ്റാൾ കൊടുത്തു വെച്ചാൽ നമുക്ക് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ആവും. സോ ഇതാണ് ജാവനെ സെറ്റപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഓക്കെയാ,